ബേബി തട്ടുകടന്റെ റീല് നമുക്ക് ചെയ്യാം, പ്രശ്നമല്ല. പക്ഷെ ഈ സ്റ്റേജിന്മേൽ കയറി വരുമ്പോൾ ഞാൻ കരയണമെന്ന് പറഞ്ഞില്ലേ, അതൊന്നും ആ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടാ ഇന്ന് എല്ലാവരും കൂടി കളിയാക്കും. അല്ല, എനിക്കങ്ങനെ അഭിനയിക്കാൻ അറിയില്ല, അതല്ലേ പ്രശ്നം. ഹലോ, എന്താണ് ചെയ്യ? എൻ്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാനുള്ള ഐഫോണ്, ഹാമ്പർ. ഓള് പറഞ്ഞ എല്ലാ മാഞ്ഞാലത്തിനും ഞാൻ നിന്നെടുത്തില്ലേ. ബ്രൈറ്റ് ടു ബീൻ്റെ അന്ന് സർപ്രൈസ് ആയിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. കറക്റ്റ് ഓള് പറഞ്ഞ സമയത്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് ചെന്നില്ലേ. ഒരൊറ്റ ദിവസം നടക്കേണ്ട കല്യാണം ഓള് പറഞ്ഞതിന്റെ പേരിൽ ഒരാഴ്ചത്തെ പരിപാടിയായി. അരിക്കുത്ത്, നെല്ലിക്കുത്ത്, അറബിക്കുത്ത്, ജിലേബി, ഗുലാബി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ നിക്കാഹ് നടത്താൻ സമയം ഉണ്ടാവുമെന്ന് എന്റെ പേടി. ഇതൊന്നും പോരാഞ്ഞിട്ട് കല്യാണത്തിന്റെ അന്ന് രാത്രി ഞാനും ഓളും കൂടി തട്ടുകട തുടങ്ങിയിട്ട് കസിൻസിന് എല്ലാവർക്കും ചായയും ഓംപ്ലേറ്റും ഉണ്ടാക്കി കൊടുക്കണല്ലേ. അതും സമ്മതിച്ചു. പിന്നെ ഇപ്പൊ എന്താ, കല്യാണത്തിന്റെ അന്ന് സ്റ്റേജ് മേൽ കോള് കയറി വരുമ്പോൾ ഞാൻ ഷാള് പൊന്തിച്ചിട്ട് പൊട്ടിക്കരയണല്ലേ ഈ കണ്ട ജനങ്ങളൊക്കെ മുന്നിൽ. എന്നിട്ട് ഓല എടുത്ത് റീലിടും. അതൊന്നും ശരിയാവില്ല. 8-10 വയസ്സിന് വ്യത്യാസമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോയാൽ അങ്ങനെ ഉണ്ടാവും. 8-10 വയസ്സൊന്നും വലിയ വ്യത്യാസമല്ല, പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ടത്തെ മാതിരല്ല ഇപ്പത്തെ കുട്ടികൾ. ഓല വൈബ് എനിക്ക് കിട്ടില്ല. ഓല കസിൻസിന്റെ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് ഇതൊക്കെ ഇങ്ങനെ കാണണല്ലേ. അപ്പോൾ ഓൽക്കും വേണ്ടി വരും. ഈ വെറുതെ ഉടക്കാൻ നിന്നായി കല്യാണം മുടങ്ങും. എന്റെ കരിനാവുകൊണ്ട് വെറുതെ ഓരോന്ന് പറയല്ലേ. എങ്ങനെ നടന്നതാ. ഇതിനിപ്പോ എത്രയായി രണ്ടിനും കൂടി? 1.5 ലക്ഷം റുപ്യ ഫോണിനും 2.5 ലക്ഷം റുപ്യ ഹാമ്പറിനും. ഒരു പെട്ടിക്ക് 2.5 ലക്ഷം റുപ്യേ. ഈ ചാമ്പാൻ നിൽക്കല്ലേ, ബാക്കി പൈസ വേണ്ട. പെട്ടിക്ക് 2500 റുപ്യ ഉള്ളൂ. ഇതിൽ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ മുഴുവൻ സാധനം വാങ്ങി കുത്തി നിറച്ചാണ്. എന്ത് കുറച്ച് ചോക്ലേറ്റും മേക്കപ്പ് സാധനങ്ങളും അല്ലേ? അയ്യോ, ഇത്തിരി ചോക്ലേറ്റ് അല്ല, ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്. കേരളത്തിൽ ഇന്ന് വരെ ആരും ഇമ്പോർട്ട് ചെയ്യാത്തത് 5 കിലോ. പ്രത്യേക ഒരു ചെക്കനെ കൊണ്ട് ദുബായിൽ നിന്ന് വരുത്തിച്ചതാ. ഇൻസ്റ്റാഗ്രാമിലെ ഫേമസ് ഡിസൈനർ ഗിരീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത 2 സെറ്റ് ചുരിദാർ, ആൽഡോന്റെ ബാഗ്, അർമാനിന്റെ സ്പ്രേ, പ്രാഡന്റെ ഗ്ലാസ്, ഫോസിലിന്റെ വാച്ച്, പിന്നെ എന്റെ പെണ്ണുങ്ങൾ പിൻട്രസ്റ്റ് പിൻ ചെയ്ത് വെച്ച ഏതോ ഒരു ചെരുപ്പ്, ഒരു കൊല്ലത്തേക്കുള്ള കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഇതെല്ലാം കൂടി 2.5 ലക്ഷം റുപ്യ കിട്ടിയാണ് എന്റെ ഭാഗ്യം. ഇതൊക്കെ ഒറിജിനലാണോ? ആ പ്രാഡന്റെ ഗ്ലാസ് മാത്രം കോപ്പിയാ. അതറിഞ്ഞാ മോശാവൂലേ? പിന്നെ പാലേതാ തൈരേതാ നിച്ചല്ലാത്തല്ല പ്രാഡ. ഹലോ ബേബി. കാറോ? കാറ് ഏത് കാറ് വേണേലും കൊണ്ടുവരാലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഏതാ ട്രെൻഡിങ്, അത് കൊണ്ടുവരാ. അതൊക്കെ പറയാലേ. ശരിക്കുള്ളതോ? അതിനെന്താ, ഹെലികോപ്റ്റർ കൊണ്ടുവരാലോ. ഡൽഹി രജിസ്ട്രേഷൻ ഹെലികോപ്റ്റർ ഒക്കെ എത്രയാ കിട്ടാണ്ട്. അതേതെങ്കിലും ഒന്ന് വാടകയ്ക്ക് എടുക്കാം. ആര് കൊടുക്കും വാടക? വെള്ളി മൂഞ്ഞൊന്നല്ല, ഹെലികോപ്റ്റർ ആണത്. നിക്കണ പോര വെക്കേണ്ടി വരും. അല്ല, ഡീസൽ എഞ്ചിൻ വേണോ പെട്രോൾ എഞ്ചിൻ വേണോ? അല്ല, ഇത് പേടെ നമ്മൾ ഇറക്കുക. പറമ്പിലൊന്നും ഇറക്കല്ല, കെട്ടിമറിഞ്ഞു വീഴുക.